ശ്രീ ഉല്ലാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു, BJP പ്രതിനിധി. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ കെ സുരേന്ദ്രനൊപ്പം MK വർഗീസിന്റെ വീട്ടിൽ എത്തി കേക്ക് നൽകിയ BJP നേതാക്കളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആ സന്ദർശനം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞത്. അത് നിഷ്കളങ്കമായിരുന്നില്ലേ? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു? രേണുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ബഹുമാനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ കൃത്യമായിട്ടുള്ള സന്ദേശം നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഞാൻ കൃത്യമായി സ്നേഹ സന്ദേശ യാത്രയും കേക്കും ഒക്കെ കൈമാറുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടതിൽ എന്താണ് രാഷ്ട്രീയം കാണേണ്ടതുള്ളത്? ബഹുമാനായിട്ടുള്ള ശ്രീ VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഒരു വിഷാദ സ്വഭാവം. അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം നാടിന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഇപ്പോഴും കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം കാണുന്നത്. കേക്കിന് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ എന്ന് പറയപ്പെടുന്നത്. കേക്കിനോടും ക്രിസ്മസിനോടും ക്രൈസ്തവരോടും അദ്ദേഹത്തിന് വിരോധമുണ്ടെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അംഗീകരിക്കും. അദ്ദേഹം നോക്കൂ, ഇന്ന് കൃത്യമായിട്ട് ശ്രീ ഉല്ലാസ് ബാബു, അതിനെ ആ നിലയ്ക്ക് കാണണമെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മാത്രം ഈ ഒരു നിലപാടെടുക്കുകയോ അത് പറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇതിനു മുൻപും പല ഘട്ടങ്ങളിൽ MK വർഗീസിന്റെ കാര്യത്തിൽ സമാനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് CPIക്കും ഉണ്ട്. അവർ പല തവണ അത് LDF ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളതുമായ വിഷയമാണ്. അപ്പോൾ അത് തോൽവി മൂലം അദ്ദേഹം പറയുന്ന കാര്യമായി അതിനെ ചുരുക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ഞാനൊരു കൃത്യമായിട്ട് രേണുകോട് ഒരു കാര്യം പറയും. അന്ന് ഞങ്ങൾ മേയർ വർഗീസിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന് സ്നേഹ സന്ദേശ യാത്ര കൈമാറുകയും കേക്ക് കൈമാറുകയും ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ ഞാനും ഉണ്ട് ടീമിൽ. ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് കോട്ടയത്ത് പോകേണ്ട ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ വന്ന അതിഥിയുടെ പേരെന്താണെന്നറിയാം? ആ അതിഥിയുടെ പേരാണ് P ബാലചന്ദ്രൻ. അദ്ദേഹം ആരാന്നറിയാമോ? അദ്ദേഹം തൃശ്ശൂരിലെ MLA ആണ്. അദ്ദേഹം ഏത് പാർട്ടിയിലേതാണെന്നറിയാമോ? CPI എന്നാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ ബഹുമാനായിട്ടുള്ള MLA കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് അദ്ദേഹം വിവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. അവർ ഒരു മുന്നണിയിൽപ്പെട്ടവരല്ലേ, മേയറെ കാണാൻ വന്നതാകാം, അതിനകത്ത് അത്ഭുതമില്ല, അല്ലെങ്കിൽ വിവാദത്തിന്റെ ഒന്നും അടിസ്ഥാനമില്ല. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പോക്ക് നിഷ്കളങ്കമായിരുന്നോ എന്നതായിരുന്നല്ലോ എന്റെ ആദ്യ ചോദ്യം. അത് അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾ സ്നേഹ സന്ദേശവുമായി എല്ലാവരിലോട്ടും എത്തിയില്ല. ഇവിടെ മറ്റാറ് മേയർമാരുണ്ടല്ലോ, അവരോടൊത്തൊന്നും നിങ്ങൾ എത്തിയില്ല. എന്തുകൊണ്ട് തൃശൂർ മേയർ? എന്റെ പൊന്നു രേണുക, നിങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് K സുരേന്ദ്രനെ കാണാൻ P ബാലചന്ദ്രൻ കയറി കൈ കൊടുത്തെന്ന്, മേയറെ കാണാനല്ല. അവർ ഒരേ മുന്നണിയിലാണെന്നല്ല അതിന്റെ അർത്ഥം. K സുരേന്ദ്രനും P ബാലചന്ദ്രനും ഒരേ മുന്നണിയാണോ? മനസ്സിലായില്ല. മേയർ വർഗീസിന്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊടുത്ത് കയ്യു കൊടുത്ത് വളരെ സ്നേഹ സന്ദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ക്രിസ്മസ് സന്ദേശവും കൈമാറി തിരിച്ചു പോകുമ്പോൾ K സുരേന്ദ്രനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അതേ വീട്ടിൽ വണ്ടി നിർത്തി തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ബാലചന്ദ്രൻ വന്ന് കയ്യു കൊടുത്തു പോയി. അതിന് ഞങ്ങൾ തെറ്റും കാണുന്നില്ല കേട്ടോ. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ അനാവശ്യം പറയുകയല്ല. അതൊരു സൗഹൃദമാണെന്ന്. ഈ സുനിൽകുമാറിന്റെ വീട്ടിൽ ബഹുമാനായ K സുരേന്ദ്രൻ പോയിട്ടുണ്ടല്ലോ, ചായ കഴിച്ചിട്ടുണ്ടല്ലോ, അവിടെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. സുനിൽകുമാറിനെ ക്ഷണിച്ചിട്ടുണ്ടോ പാർട്ടിയിലേക്ക്? ഇതേ സുനിൽകുമാർ സുരേന്ദ്രന്റെ ഉള്ളേരിയിലെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, അവിടെ ചായ കഴിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം വീണ്ടും ആ സമയത്ത് ക്ഷണിച്ചിട്ടുണ്ടോ? അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തൊരു സൗഹൃദവും സ്നേഹവും ഒരു വിശേഷങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ പങ്കിടുന്നതിന് അത് കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ക്രിസ്മസ് ആഘോഷങ്ങളോടും ഈ ക്രിസ്മസ് വിശ്വാസങ്ങളോടും പരിപൂർണമായി വിരോധം പുലർത്തുന്ന ആൾ എന്ന് തന്നെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് CPM-ന്റെ മുന്നണി ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ചാവക്കാടുള്ള കരോൾ തടഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൽ അഭിപ്രായം പറഞ്ഞില്ലല്ലോ സുനിൽകുമാർ. ആ സുനിൽകുമാറിന് ആകെ അഭിപ്രായം പറയാനുള്ളത് കേക്കിന്റെ കാര്യത്തിലാണ്. ഉല്ലാസ് ബാബു, അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചുവല്ലോ, ഇവിടെ 6 മേയർമാരുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ തൃശൂർ മേയർക്ക് മാത്രം സ്നേഹ സന്ദേശ യാത്രയിൽ കേക്ക് കൊടുക്കാൻ പോയി എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് സുനിൽകുമാർ പറയുന്നു ഒരു കേക്ക് കൊടുക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, പക്ഷെ എന്തുകൊണ്ട് മറ്റൊരു മേയർക്കും കൊടുക്കാത്ത കേക്ക് തൃശൂർ മേയർക്ക് എത്തുന്നു എന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അത് മാത്രമാണ് അതിലൊരു വിവാദം.
അതിലൊരു വിവാദമില്ല, അതിനകത്തൊരു ഗുരുതരാവസ്ഥയില്ല. കെ സുരേന്ദ്രൻ അന്ന് കാലത്ത് പരിപാടി അത് കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയിജിയുടെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രോഗ്രാം തൃശ്ശൂർ പാർട്ടി ഓഫീസിലായിരുന്നു. തൃശ്ശൂർ പാർട്ടി ഓഫീസിലെ പരിപാടിയും കഴിഞ്ഞ് നേരെ പിതാവിനെ പോയി കണ്ടു. പിതാവിന് സ്നേഹ സന്ദേശം കൈമാറി, അദ്ദേഹത്തിനും കേക്ക് കൈമാറി, അദ്ദേഹം തിരിച്ച് കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് മണ്ണുത്തിയിലുള്ള മേയറുടെ വീട്ടിലേക്ക് കയറി അദ്ദേഹത്തിനും കേക്ക് കൊടുത്തു. അദ്ദേഹത്തിനും സ്നേഹ സന്ദേശം പ്രധാനമന്ത്രിയുടെ കൈമാറി. തിരിച്ച് മേയറും ഒരു കേക്ക് കട്ട് ചെയ്ത് വന്നു. അദ്ദേഹത്തിനോടും ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല, ഭംഗിയായിട്ടുള്ള മേരി ക്രിസ്മസ് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷം പറഞ്ഞു. തിരിച്ചു പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരോട് രണ്ടുപേരും ഈ വിഷയം പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയമല്ല, ഒരു സ്നേഹ സന്ദേശം, ക്രൈസ്തവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളെ ഞങ്ങൾ ഭംഗിയായി ആഘോഷിക്കുന്നു. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സ്നേഹ സന്ദേശ യാത്ര ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം വന്നതാണ്. ഈ കാര്യം വളരെ കൃത്യമാണെന്ന് അന്ന് പാർട്ടിയുടെ പരിപാടി തൃശ്ശൂരിലായിരുന്നു. അതിലെന്താണ് ഗുരുതരാവസ്ഥ തോന്നുന്നത്? ഈ ഗുരുതരാവസ്ഥ തോന്നുന്നത് സുനിൽകുമാറിനെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്ന് പറയപ്പെടുന്ന നീണ്ടു നിൽക്കുന്ന വിഷാദ രോഗത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പരാജയത്തെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേക്കിന് മധുരമായിട്ട് തോന്നില്ല, കേക്കിന് അദ്ദേഹത്തിന് കയ്പായിട്ടാണ് തോന്നുക. ഉല്ലാസ് ബാബു, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റിനെ പ്രശംസിച്ചുകൊണ്ട് എം കെ വർഗീസ് പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹം എം പി ആയതിനു ശേഷം നടത്തിയ സന്ദർശനം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ എൽ ഡി എഫിലാണ് എന്ന് മാത്രമാണ് പറയുന്നത്. നാളെ എന്താകുമെന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ നേരത്തെ മുതൽ തന്നെ BJP-യുമായി അടുപ്പം പുലർത്തുന്നു എന്ന് പറയുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ BJP കാൻഡിഡേറ്റിന് അനുകൂലമായി പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ BJP അധ്യക്ഷൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നിങ്ങൾ കേരളത്തിലെ മറ്റ് മേയർമാർക്ക് കൊടുത്തിരുന്നു എങ്കിൽ അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെയും വീട്ടിലെത്തിയിരുന്നു എങ്കിൽ ഈ തരത്തിൽ വിവാദമില്ല. അതുകൊണ്ടാണ് BJP-ക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം, പ്രത്യേക അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രത്യേക അജണ്ട എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കെ സുരേന്ദ്രനെ കഷ്ണം വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റില്ല. അദ്ദേഹം അന്ന് തൃശ്ശൂരായിരുന്നു, ക്രിസ്മസ് ദിവസം തൃശ്ശൂരാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടി. അപ്പൊ സ്വാഭാവികമായിട്ട് തൃശ്ശൂരുള്ള ആളുകളെ കാണാം. അതിലെന്താ തെറ്റുള്ളത്? രണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രേണുക പദം അറിയേണ്ടതാണ്. ആ വിവാദമായ വിഷയം ഞാൻ പറഞ്ഞുതരാം. സുരേഷ് ഗോപി MP ആകാൻ ഫിറ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് മേയർ പറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി MP ആവാൻ ഫിറ്റ് ആയിട്ടുള്ള ആളല്ലേ. സോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ഥാനാർത്ഥികളും ഫിറ്റ് ആയിട്ടുള്ള ആളാണ്. 3 സ്ഥാനാർത്ഥികളും ഫിറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണല്ലോ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതും. ഇനി സുനിൽകുമാർ ആയിരുന്നു MP ആയിട്ട് ജയിച്ചിരുന്നെങ്കിൽ മേയർ സുനിൽകുമാറിനെ പോയി കാണുമായിരുന്നു. അദ്ദേഹം തോറ്റില്ലേ? അപ്പൊ സുരേഷ് ഗോപി MP അല്ലേ? MP എന്നാൽ ജനപ്രതിനിധിയാണ് അല്ലേ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ജനപ്രതിനിധിയെ തൃശ്ശൂരിന്റെ മേയർ വന്ന് കണ്ടു. കാണാനുള്ള കാരണമുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മേയറുമായി സഹകരിച്ച് തന്നെ കോർപ്പറേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും സുരേഷ് ഗോപിയുടെ MP ആയ കാലഘട്ടത്തിലും അതിനുശേഷവും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ തൃശ്ശൂർ കോർപ്പറേഷനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന കാഴ്ചപ്പാടിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂരിന്റെ പാലസ് ഗ്രൗണ്ട് 13 കോടി രൂപയാണ് കൊടുക്കാൻ പോകുന്നത് PT ഉഷയുടെ നേതൃത്വത്തിൽ. അതൊക്കെ സ്വാഭാവികമായിട്ട് കേന്ദ്രമന്ത്രി നേരത്തെ മന്ത്രിയായിരുന്ന സുരേഷ് ഗോപി തൃശ്ശൂർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ LDF-ന്റെ തന്നെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച ഒരു വ്യക്തിക്ക് ചോറ് ഇവിടെയും കൂർ അവിടെയും ആണോ എന്നൊരു സംശയം തോന്നിയതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും വികാരമാണ് എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ ഉണ്ടാകാം എന്ന സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ